നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. വാഹനത്തെ പറ്റിയുള്ള ഗുണങ്ങളും ദോഷങ്ങളും പരിഭവങ്ങളും എന്ത് വേണമെങ്കിലും പങ്കിടാവുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ വാഹനം വാങ്ങിക്കുമ്പോൾ വാഹനത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആരോഗ്യമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ വാഹനത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്? വലിയ ചിലവുകൾ വരുത്തി വയ്ക്കാത്ത രീതിയിലുള്ള ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് നമുക്ക് വേണ്ട പരിരക്ഷ നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യം പലപ്പോഴും ഇത് മറന്നു പോകുന്നു. ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, പക്ഷേ ഒരു ഹോസ്പിറ്റൽ ചിലവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടും എന്നതിനെപ്പറ്റി പലരും നേരത്തെ ചിന്തിച്ച് വയ്ക്കാറില്ല. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്ന പതിവ് പലർക്കും ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, വലിയ ചിലവ് വരുന്നു, ആ സമയത്ത് ആലോചിക്കും, ദൈവമേ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് പിറ്റേ ദിവസം തൊട്ട് അതിൻ്റെ പരിരക്ഷ കിട്ടണമെന്നില്ല. പലപ്പോഴും പല അസുഖങ്ങൾക്കും 2-3 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പരിരക്ഷ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന അന്ന് തന്നെ അപ്പോൾ തന്നെ നമുക്ക് പരിരക്ഷ കിട്ടി തുടങ്ങുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നിലവിലുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പലതരം ഫീച്ചേഴ്സ് നോക്കി 51ഓളം കമ്പനികളെ കമ്പയർ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാസം 300-400 രൂപ മുതൽ തുടങ്ങുന്ന 1 കോടി വരെയൊക്കെ നമുക്ക് കവറേജ് കിട്ടുന്ന പ്ലാനുകൾ 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പ്രവാസികളാണെങ്കിൽ അല്ലെങ്കിൽ NRIs ആണെങ്കിൽ NRI അക്കൗണ്ട് വഴി എടുത്താൽ 18% GST അടയ്ക്കേണ്ട എന്നൊരു ഗുണവുമുണ്ട്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും. 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രായമാകാൻ കാത്തു നിൽക്കേണ്ട, അസുഖം വരാൻ കാത്തു നിൽക്കേണ്ട, ഇപ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് പോവുക. അവിടെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സിറ്റികളിൽ ഇപ്പോൾ ഒരു നിത്യ സാന്നിധ്യമായ MGയുടെ കോമറ്റിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ കോമറ്റിൻ്റെ പ്രത്യേകത 50,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ഏറ്റവും വലിയ ആശങ്ക കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ ബാറ്ററിക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അത്തരം പല ആശങ്കകളുണ്ട്. അത്തരം ആശങ്കകളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഈ 50,000 1.5 വർഷം കൊണ്ടല്ലേ? 1.5 വർഷം കൊണ്ട് ഓടിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമസ്കാരം. പേര്? നുബിൻ. ബ്രദറാണ്. എവിടെ സ്ഥലം? കാലടി. ഈ നമ്മൾ സാധാരണ സിറ്റി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ എനിക്കുണ്ട് ഇത് കോമറ്റ്. എങ്ങനെയാണ് ഈ 1.5 വർഷം കൊണ്ട് സിറ്റി മാത്രം ഓടി 50,000 കിലോമീറ്റർ? കാലടി എറണാകുളം വരുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളുമാണ്. ഓട്ടം പർച്ചേസ് കാര്യങ്ങൾ, പിന്നെ ബൈക്കിനും കാരണം ലോക്കൽ ഓട്ടങ്ങളെല്ലാം ഇപ്പൊ ഇതിലേക്ക് മാറ്റി. ബൈക്കിന്റെ ഓട്ടങ്ങളൊക്കെ ഇതിലേക്ക്. ബൈക്കിന്റെ ഇത്തിരി സേഫ്റ്റി, വണ്ടി സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ ഇത്രയധികം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ബിസിനസ്സൊക്കെ ആയിട്ട് ഓടി നടക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയൊരു EV ആയിരുന്നില്ല വാങ്ങിക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്? നമുക്ക് ആ ഒരു കമ്മ്യൂട്ടിങ് എളുപ്പത്തിന് വേണ്ടിയാണ്, വലിപ്പക്കുറവ് അത് നോക്കിയിട്ട് തന്നെ എടുത്തത്. പിന്നെ പിന്നെ എക്കണോമിക് ആയിട്ട് റേറ്റിന്റെ ഒരു പ്രശ്നം. ഇതിപ്പോ ബേസ് വേരിയന്റ് എടുത്തതാണ്. ഇത് ബേസ് ആണല്ലേ? ബേസ് എടുത്തു. എത്രയായിരുന്നു ബേസ് കൊണ്ടോട്? അന്ന് 100 yearsന്റെ ഓഫർ ഒക്കെ കൂടി ഒരു 820 ആയിട്ടുള്ളൂ. 820. ഞാൻ ടോപ്പിന്റെ എടുത്തിട്ട് എനിക്ക് 1050 ആയി. അന്ന് പ്ലസ് 1 lakh ആയിരുന്നു ആ റേറ്റ്. അവര് 1 lakh ഓഫർ വന്നിട്ടാണ് ആ റേറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞ ആശങ്കയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. കൂടുതൽ ഓടും തോറും ഇതിന്റെ ബാറ്ററി 1 lakh അന്ന് വാറണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്തായാലും ഓടി മുതലാവുന്നുള്ളൊരു. ഈ പറഞ്ഞ പോലെ ഇപ്പം 50,000 ഇപ്പോൾ ഓടിക്കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ 1 lakh ഇപ്പൊ ആവുമല്ലോ. അന്ന് 3 years ആയിരുന്നു വാറണ്ടി ഉണ്ടായിരുന്നത്, ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തു. എത്ര കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? അത് 2 years അൺലിമിറ്റഡ് കിലോമീറ്ററും. അൺലിമിറ്റഡ് ആക്കി. അതിന് എത്ര രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു? ഒരു 45-50 ഇടയ്ക്ക് വന്നു. അത് നമ്മളിത് തുടക്കത്തിലേ അല്ല, പിന്നെ ഇപ്പോഴാണത് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കിട്ടി. ശരി. അപ്പൊ അത് വെർത്താണോ? അത് 15 years ഇപ്പത്തെ വണ്ടികൾക്ക് വാറണ്ടി ആയപ്പോ ചോദിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ അവർ ഇങ്ങോട്ട് തന്നു. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ ഇങ്ങനെ അൺലിമിറ്റഡ് കിലോമീറ്റർ ആക്കാം 5 year വരെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ പെട്ടെന്ന് ചെയ്തു. 50 ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു. നമ്മളൊക്കെ ഈ പറഞ്ഞല്ലേ, ഞാനും നിവിനും ഒക്കെ എടുത്തു കഴിഞ്ഞ ഉടനെയാണ് ഇത് അൺലിമിറ്റഡ് ആക്കി മാറ്റിയത് അല്ലേ? അത് വീണ്ടും തരുമെന്ന് വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അതില്ല അത് തരില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ വരുന്ന കോമറ്റിനായാലും അതുപോലെ തന്നെ വിൻസറിനൊക്കെ അവർ ലൈഫ് ടൈം വാറണ്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ലൈഫ് ടൈമിൽ പോലും എന്തോ കുരുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓണർഷിപ്പ് മാറുമ്പോൾ എന്തോ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരേ ഓണർ തന്നെയാണ് ഓടിക്കുന്നതെങ്കിൽ ഇത്രയും വർഷവും നമുക്ക് വാറണ്ടി കിട്ടും. എങ്ങനെയുണ്ട് വണ്ടിയെ പറ്റി മൊത്തത്തിലുള്ള? ഓക്കെയാണ് എല്ലാം കൊണ്ടും. ടയർ മൈലേജ് ആയാലും എല്ലാം. 50,000 ടയർ മാറ്റിയോ? ഇല്ല. ഇനി ഒരു 10,000 കൂടി ഓടാനുള്ളത് കിടക്കുന്നുണ്ട്. ശരിയാണല്ലേ? അത് ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ ഇപ്പൊ BYDയുടെ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് 5000. അപ്പൊ പിന്നെ ടയർ മൈലേജ് ഉണ്ട്.
ഈ പക്ഷേ BYD-യുടെ കാര്യത്തിൽ പൊതുവെ ടയർ പെട്ടെന്ന് തേയുന്നതായിട്ടൊരു വരാതെയുണ്ട്. ഇതിൽ അതും സംഭവിക്കും. ഞാൻ അലോയ് ഇടാന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടും, ചിലപ്പോൾ മൈലേജിന്റെ വിഷയം വരും എന്നുള്ളതുകൊണ്ട് പിന്നെ അലോയ്. ഇലക്ട്രിക് കാറുകൾ നമ്മളൊന്നും ചെയ്യാതിരിക്കും നല്ലത്. അത് കമ്പനി അത് അത്രയധികം നോക്കി ടയർ അടക്കും ആ സൈസ് തന്നെ യൂസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞു. അതെ അതെ, അങ്ങനെ അതിനെന്ത് ചെയ്താലും മൈലേജ് അല്ല റേഞ്ചിനൊക്കെ ബാധിക്കുന്നുണ്ട്. എത്ര നേരം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ്? 6-7 hours. ആ, അപ്പോൾ ഇപ്പം ഈ 200 എനിക്കൊക്കെ കൃത്യമായി 200 ആണ് കാണിക്കുന്നത്. 200 കിട്ടുന്നുണ്ട്. ഇപ്പം 50,000 ഓടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിനക്ക് സെയിം തന്നെ, ഒരു മാറ്റമില്ല. 200 ഇടുന്നുണ്ട്. 190-200 നമ്മുടെ ഡ്രൈവിന് 190-200 ആ റേഞ്ചിന് കിട്ടുന്നുണ്ട്. എനിക്ക് സിറ്റി 200 തന്നെ കിട്ടുന്നു. സിറ്റി ഞങ്ങൾക്ക് ലോങ് വരുന്നതുകൊണ്ട് ഇത്തിരി കാല് കൊടുത്ത് ഓടിക്കേണ്ടി വരുമ്പോ ശരിക്കും സിറ്റിയിൽ കിട്ടും. ലോങ് പോകുമ്പോ കിട്ടാത്തത്. കിട്ടാത്തത് ശരിക്കും എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? വൺ പെഡൽ ഡ്രൈവിംഗ് ആണ് മെയിൻ ഇഷ്ടം. പിന്നെ എക്കണോമിക് ആണ്. വീട്ടിൽ സോളാർ ഉണ്ടോ? അതുകൊണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒന്നുമില്ല, വേറെ ചിലവൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇപ്പം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുണ്ട്. പിന്നെ ലിവ ഉണ്ടായിരുന്നു. ഇപ്പൊ ലിവയ്ക്ക് പവർ കുറവ് ബുദ്ധിമുട്ടായി. ഇപ്പൊ ഇത് ഓടിച്ചേ പിന്നെ പൈസന്റെ വീഡിയോ ഉണ്ട്. RBR ഒന്ന് സ്റ്റേജ് വൺ ചെയ്യാൻ നേരത്തിരിക്കുക. ഒട്ടും പവറില്ല വണ്ടി. 80,000 ലിവയുണ്ട്. പിന്നെ അധികം അത് ഓടിയിട്ടില്ല. അതിനും പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും ഇല്ല. ഇതിനും ഇല്ല മെയിൻ്റെനൻസ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. ഇപ്പം ഉണ്ട്, കൊടുക്കാത്ത ചോദിച്ചു വരുന്നുണ്ട്. ആ 2 ടോൺ ഫുൾ ഓപ്ഷൻ തന്നെയാ ചോദിച്ചു വരുന്നുണ്ട് ഒരുപാട്. എന്താണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നത്? പോരായ്മ ഇപ്പൊ വേറെ ഒന്നുമില്ല. അങ്ങനെ ഹാപ്പിയാണ്. ഇടയ്ക്ക് റീജനറേഷൻ കട്ടാവുന്നൊരു അത് എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന് പറയും. കട്ടറി ചാടുമ്പോൾ റീജനറേഷൻ കട്ടാവും. എന്റെ കട്ടറി ചാടുമ്പോഴത്തേക്കും മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിലെ വണ്ടിയുടെ പോലെ പാട്ട് വരും. ഇത് റീജനറേഷൻ കട്ടാവും. നമ്മൾ റീജനറേഷൻ അത്ര നേരം 1 പെഡലിൽ ഓടിക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡ് അങ്ങോട്ട് കൂടും. ഒരു ആക്സിഡന്റ് ഇത് വരുന്നല്ലോ. ഇപ്പൊ സിഗ്നലിലൊക്കെയാണ് ഒരു ബൈക്ക് ഫ്രണ്ടിലുണ്ടെങ്കിൽ നമ്മൾ റീജനറേഷൻ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും ബ്രേക്ക് കൊടുത്തേക്കണേ. റീജനറേഷൻ കട്ടായി പോകും, പെട്ടെന്ന് ചാടും വണ്ടി. പറഞ്ഞു അത് മിക്ക കോമന്റിനും ഉണ്ടെന്ന് പറഞ്ഞു. കട്ടറി ചാടും അപ്പൊ തന്നെ റെഡി ആവുകയും ചെയ്യും. പക്ഷെ ആ ടൈമിൽ നമുക്ക് ബ്രേക്ക് പോയാലോ. എന്റെ കാര്യത്തിൽ ഇതാണ് കട്ടറി ചാടിയ പാട്ട് പാടും. അതിപ്പോ എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന് പറഞ്ഞേ. ബ്ലൂടൂത്ത് ഫോൺ ആ പർപ്പസ് ഉള്ളൂ. അപ്പൊ ഇത് ഇലക്ട്രിക് വണ്ടികൾ ഇത്ര ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഒരു അപ്ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്. ഞങ്ങൾ ഏതെടുത്തു ഒലെടുത്തു ഈ ബിസിനസ് പർപ്പസിൽ. അതിലൊക്കെ നമുക്ക് ഡെലിവറി ഒക്കെ ലാഭം കിട്ടിയപ്പോഴാണ് ഇപ്പൊ ഇതിലെടുത്തത്. ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്താൽ ഒരു വലിയ EV-യിലേക്ക് പോകുമോ? അല്ല ഞാൻ വെച്ചത് EV-കളിൽ തുടരും. ഒരു 4 ഡോർ വേണം എന്തായാലും. എന്നാ പിന്നെ എക്കണോമിക് ആയിരിക്കും. ഒരുപാട് പ്രൈസ് നോക്കുന്നില്ല. ഇതിന്റെ കാര്യത്തിൽ ഈ ബാക്കിലിരുന്ന് പോവാന്ന് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമാണ്, കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള യാത്ര കൂടുതൽ ഉണ്ടാവുള്ളൂ ഇതില്. ഫാമിലിയൊക്കെ ഞാനും അതെ കോട്ടയത്തൊക്കെ എന്റെ ഫാമിലിയൊക്കെ ബാക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെയാ. പിന്നെ പാർക്കിങ്ങിലായാലും ഡോറ് വലുതാണ്, തുറക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എല്ലാവരും ഇറക്കണമെങ്കിൽ നമുക്ക് ഇറങ്ങാം ചെറുതായിട്ട് തുറന്ന്. അപ്പൊ എന്താണ് ഈ ഒരു വിലക്ക് ഇത് വെർത്താണ്? പൂർണ്ണമായും വെർത്താണ്. അന്ന് 1 lakh പറയുമ്പോ തന്നെ 1 lakh ഓടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് എടുത്തത്. സർവീസ് കോസ്റ്റ് 50,000 ഓടുന്ന 1600 നോർമൽ. 1500 അത് സർവീസ് കോസ്റ്റ് വന്നേക്കണേ. ഇപ്പൊ 3 സർവീസ് പെയ്ഡ് ചെയ്തു. എന്താണ് അതിന്റെ 1500 വാങ്ങിക്കാൻ മാത്രം എന്താ ചെയ്തത്? അല്ല നോർമൽ അവരോ വിൻഷീൽഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ ചെക്കപ്പും എല്ലാം കൂടിയാണ്. വാഷിംഗ് ഉണ്ടായിരുന്നില്ല ആ റേറ്റില്. പിന്നീട് നമുക്കിപ്പോ സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നുണ്ട് വാഷിംഗ്. എനിക്കെന്താ 126 രൂപ വാങ്ങിച്ചുള്ളൂ ആദ്യത്തെ സർവീസിനൊക്കെ. ഞാൻ അവരോട് പറയുന്നത് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിക്കണം എന്ന് ഞാൻ ചോദിച്ചു. അല്ല 1000 ആ റേഞ്ച് വരാറുണ്ട്. AC ഫിൽറ്റർ മാറും മിക്കപ്പോഴും. ഈ തവണ പിന്നെ 5000 ആയി മൊത്തം. നമ്മളെല്ലാം കൂടി ചെയ്യിപ്പിച്ചു വൈപ്പർ ബ്ലേഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റ് ആയി പോകും. കാരണം വെച്ചാൽ സിറ്റിയിലൊക്കെ ഇതല്ലാതെ അല്ലേ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. ഞാൻ എൻ്റെ ജിംനിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് മസിൽ ഫ്രീ ആണ് ഭയങ്കരമായിട്ട്. അതെ മസിൽ ഫ്രീ ആണ്. അതെ ജിംനിയുടെ കാര്യം അതാണ്. ഒരു പാടില്ല. ഇപ്പൊ ലിവ ഓടിക്കുമ്പോൾ ഇത്തിരി സ്റ്റീറിംഗ് ടൈറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. തന്നെയല്ല ഈ ജിംനിയൊക്കെ ഒന്ന് യൂറ്റ് എടുക്കാന്ന് വെച്ചാൽ വലിയ പണിയാണ്. പക്ഷേ ഇത് ഓടിച്ച് ശീലിച്ചുകൊണ്ട് ജിംനിയായിട്ട് സിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കാം. ഇപ്പോൾ അത് ഓടിക്കാൻ തോന്നാത്ത അവസ്ഥയായി. എന്തായാലും ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ സിറ്റിയിലൊക്കെ കാണുന്നുണ്ട്. വൻപൻ വിജയമാണ്. തന്നെയല്ല MG-യുടെ ഇപ്പോഴത്തെ സെയിൽസിൻ്റെ ഏതാണ്ട് പകുതിയിലധികം ഇപ്പം ഈ കോമറ്റ് ആണെന്നാണ് കേൾക്കുന്നത്. വിൻസോ അതുപോലെ തന്നെ വിറ്റ് പോകുന്നുണ്ട്. പിന്നെ മറ്റേ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും കാണിക്കാറില്ല. ഒന്നുമില്ല, അത്ര ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് വേറെ ഒന്നുമില്ല. സ്റ്റാർട്ടായി വരുമ്പോൾ ഉള്ള ഒരു ഡിലേ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ ഈ റിവേഴ്സ് ഡ്രൈവിലൊക്കെ ഇല്ല അങ്ങനെയില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ വീഴണേ ഉള്ളൂ. ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇതിന് ഓക്കെ. ഈ വണ്ടിക്ക് ആ ഒരു ബഗ് ഒന്നുമില്ല. ബാറ്ററി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. അത് വന്നു 1 year കഴിഞ്ഞപ്പോൾ അത് പോയി. അത് ശരി.
അത് സ്റ്റോറൂമിൽ കിടന്നു പകരം ഒരു വണ്ടി കിട്ടാതിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അത് ഇവരല്ല ചെയ്യുന്നത്, വേറെ ടീമാണ് ഇലക്ട്രിക്കലായിട്ടുള്ള സർവീസ് ചെയ്യുന്നത്. അതിനുവേണ്ടി വണ്ടി അവിടെ കിടന്നു ഒരു 14 ദിവസം കിടന്നു. ഒരു റിലേ പോയുള്ളൂ, നമുക്ക് പൈസ ഒന്നും വന്നില്ല. നമുക്ക് അത്രയും ദിവസം യൂസ് ചെയ്യാൻ പറ്റാത്തതിന് ബുദ്ധിമുട്ട് വന്നു. അതിന്റെ റീപ്ലേസ്മെന്റ് വണ്ടി തരേണ്ട അത് ഒരുപാട് ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തു. അത് മാത്രമാണ് ഷോറൂമിന്റെ കേസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നഗരത്തിലൂടെ വീണ്ടും ഓടിച്ചു പോകുമ്പോൾ കാണാം കോമറ്റുകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കിയ സിറോസിൻ്റെ ഓണറിനെയാണ്. ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. 28-ന് നമസ്കാരം. പേര് ഷൈജു ഇരട്ടക്കുളം. ഷൈജു ഇരട്ടക്കുളം അഡ്വക്കേറ്റ് ആണെന്നുള്ളതിൻ്റെ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ പ്രാക്ടീസ് കൊച്ചിയിലുണ്ട്, ജില്ലാ കോടതി, ഹൈക്കോടതി. ഹൈക്കോടതി ഇവിടെ ഉള്ള കാരണം മൊത്തത്തിലൂടെ. എവിടെയാ ശരി സ്വദേശം? സ്വദേശം ഫോർട്ട് കൊച്ചി. അപ്പോൾ ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് സിറോസ്? സിറോസ് ഞാൻ ആദ്യം സെൽറ്റോസും സോണറ്റും ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ഇത് സോണറ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സോണറ്റ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഏകദേശം ഉറപ്പിച്ചതാണ്. അപ്പം എൻ്റെ കിയെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പറഞ്ഞു ഒരു അടിപൊളി സാധനം വരുന്നുണ്ട്, ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യൂ സാർ. ഇത് വരുന്നതിന് മുമ്പാ ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കറിയാൻ പറ്റും, അറിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. ഞാൻ ഏകദേശം സോണറ്റ് ഉറപ്പിച്ച ഒരു ബ്ലാക്ക് കളറ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് ഈ കളറും ഒരു ഐ ക്യാച്ചിങ് ആണ്, അതിൻ്റെ ഒരു ഇംപ്രഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കളർ, പിന്നെ ഇതിന്റെ ഡ്രൈവബിലിറ്റി ഒക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മളെ ഒരു ഫാമിലിക്ക് ഒതുക്കുന്നതാണ്, അങ്ങനെ എടുത്തതാണ്. ഏത് വേരിയന്റ് ഇത്? ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവൽ ആണ്, മാനുവൽ മിഡിൽ വേരിയന്റ് HTK എന്ന് പറയും. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? ഡിസ്പ്ലേ, പിന്നെ ബാക്ക് ക്യാബിന്. നമ്മൾ 3 പേര് മെമ്പേഴ്സാണ് ബാക്ക് ക്യാബിന്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടം സൺറൂഫാണ്. ഒരു പ്രീമിയം കാറിൽ കിട്ടേണ്ട ഒരുവിധപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഇതിലുണ്ട്. ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് കുറച്ചൊരു സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള A4 ഓടിച്ചിരുന്നില്ല കുറെ നാള്. അതിന്റെ സസ്പെൻഷനൊക്കെ ചില സ്ഥലത്ത് കിട്ടുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ട്. അതാണെന്നല്ല പറയുന്നത്, അതിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് റോയിൽ ഇത്രയും സ്പേസ് ഒരു വണ്ടിക്ക്. അതെ, സെക്കൻഡ് റോയിൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. നമുക്ക് ആ ഓടിക്കുമ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് അതിന്റെ ഒരു പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് ആയിരുന്നു കുറച്ചുകൂടെ നല്ലതാണ്. എന്തുകൊണ്ട് അതിലേക്ക് പോകാതെ? അല്ല, ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞില്ലേ, A4 ഞാൻ ഓടിച്ചിരുന്നു ഓട്ടോമാറ്റിക്. പിന്നെ നമുക്ക് ഓടിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഇത് ട്രഡീഷണലി നമ്മൾ. ഇതിനു മുമ്പ് ഏതുവണ്ടി ഉപയോഗിച്ചിരുന്നത്? ഞാൻ ബ്രസ് ഉണ്ടായിരുന്നു, GT ഉണ്ടായിരുന്നു. പിന്നെ A4 കുറച്ചാൾ ഉപയോഗിച്ചു, ഓഡിയോ A4 കുറച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ ബ്രസയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എന്താ ഒരു മാറ്റം? ഒത്തിരി മാറ്റമുണ്ട്, വളരെയധികം മാറ്റങ്ങളുണ്ട്. നമ്മള് ആ ബ്രസനെ കുറച്ച് പറയാനില്ല, ഒത്തിരി ആ ഫീച്ചേഴ്സ് ലെവലിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. രണ്ട് സെഗ്മെന്റ് ആണ്, രണ്ട് പ്ലാറ്റ്ഫോമാണ്, അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. ഇത് ഈ ചിലരൊക്കെ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്തത് ഇതിൻ്റെ രൂപം എന്താ ഒരു സുഖമില്ലാത്ത രൂപമാണല്ലോ എന്നൊക്കെ. പക്ഷേ അത് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഞാൻ വൈഫ് ഒരു ദിവസം ഞങ്ങൾ ആ ഫോർട്ട് കൊച്ചിയിൽ പോയിരുന്നു. ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു, കലാപൻ അൻസാർ സാർ വന്നിട്ട് ചോദിച്ചു, അടിപൊളി ലുക്കാണ്, ഞാൻ ബാക്ക് കണ്ടപ്പോൾ മിനി ഡിഫൻഡർ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ മോന് വേണ്ടി ബുക്ക് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര റോഡിൽ നിന്നൊക്കെ ആളുകളിൽ നിന്നൊക്കെ നല്ല ഒപ്പീനിയൻ കിട്ടുന്ന. പിന്നെ ടോം ബോയ് എന്നുള്ളൊരു ഇതൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലെവലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര ഐക്യാച്ചിങ്ങും പിന്നെ ഈ കളർ ഇതിനായി ആവശ്യപ്പെട്ടെടുത്താണ്. ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിരുന്നു ഇവർക്ക് പ്രിഫറൻസ്. ഇതെന്റെ ചോയ്സ് ആയിരുന്നു. ആ ചോയ്സ് ഈ കളർ തന്നെയാണ് കമ്പനിയും പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത്. ആദ്യം ഈ കളറായിരുന്നു. ഈ കളർ വളരെ റേറസ്റ്റ് കളറായിട്ടാണ് ഇപ്പൊ. മൈലേജ് നോക്കിയോ? മൈലേജ് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് കുട്ടനാട് പോയിരുന്നു. അപ്പൊ ഞാൻ എടുത്തു വെച്ചു, എനിക്ക് 16 ഇതിൽ കാണിച്ചു, ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 16 അന്ന് കിട്ടിയിരുന്നു, 6 റൂട്ട് പോയിരുന്നു. ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് 13+ എനിക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെ നോക്കി കഴിഞ്ഞാലും. അപ്പൊ കിയ ആദ്യമായിട്ടാണല്ലോ കിയ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് എത്തുന്നത് അല്ലേ? അതെ, തീർച്ചയായും. എന്താണ് കിയയുടെ പറ്റിയുള്ള മൊത്തത്തിലുള്ള? കിയയുടെ പറ്റിയിട്ട് ഇപ്പോ അവരുടെ ഷോറൂം ബേസിലായാലും നല്ലൊരു നമ്മളോടുള്ള ഹോസ്പിറ്റാലിറ്റി സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ സർവീസ് വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് എങ്ങനെയാണെന്നുള്ള കേട്ടിടത്തോളം വെച്ചിട്ട് കുഴപ്പമില്ലെന്നാണ് അറിയുന്നത്. ഓൾമോസ്റ്റ് ഇതിൽ ഞാൻ ഇതുവരെ 1 മാസം ആവുന്നുള്ളൂ. കംഫർട്ടാണ്. അപ്പൊ ഈ പുതിയ ഒരു കാലഘട്ടത്തിൽ പലരും ഇലക്ട്രിക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇലക്ട്രിക് നോക്കിയതേ ഇല്ല.
ഇലക്ട്രിക് നോക്കിയിരുന്നു. വെൽഫെ മറ്റേ MG-യുടെ MG-യുടെ വിൻസർ നോക്കിയിരുന്നു. അവിടെ നിന്ന് നോക്കി ഞാൻ. പിന്നെ ഈ ഒരു സെക്കൻഡ് തേർഡ് ജനറേഷനല്ലേ ആവുന്നുള്ളൂ, കുറച്ചും കൂടെ അത് 3,820 എന്തോ കിട്ടുന്നുള്ളൂ വിൻസർ. പിന്നെ 17-18 ലാക്കോളം വരുന്നുണ്ട്. ഞാൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. പിന്നെ 2 ജനറേഷനെ കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചു. ഇപ്പൊ 1000-2000 ഒക്കെ ഇറങ്ങാൻ പോണു ചൈനീസിന്റെ ഒരുപാട് വണ്ടി. എനിക്ക് തോന്നുന്നത് വിൻസറിന്റെ ബാക്ക് സീറ്റും ഇതിന്റെ ബാക്ക് സീറ്റും ഏകദേശം വിൻസറിന്റെ ഇന്റീരിയർ നല്ലൊരു ഇത് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 3rd-4th ജനറേഷൻ കഴിഞ്ഞിട്ട് EV നോക്കാന്ന് വെച്ചിട്ട്. എന്താണ് ഒരു അഭിപ്രായം, ഇത് ഹിറ്റ് ആകുമോ ഈ വാഹനം? എന്നെ സംബന്ധിച്ച് ഈ വാഹനം അല്ലെങ്കിൽ പൊതുവെ ഹിറ്റാകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഞാൻ എടുത്തപ്പോ തന്നെ എറണാകുളത്ത് തന്നെ 40+ അവർ വിറ്റു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ലൊരു, നമ്മൾ ഇതുവരെ ഒരു ഫാമിലി കാറാണ്. നമ്മളിത് കംഫർട്ടാണ്, പിന്നെ ഡ്രൈവബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ലൈറ്റ് ക്യാച്ചിങ് ആണ് പ്രത്യേകത. ആളുകൾ EV ആണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നുള്ള ഒരു ബോക്സി ടൈപ്പ് ആണ്. ഒരു അങ്ങനെ പല ഇതാണ്. നെഗറ്റീവ് കമന്റ്സ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഡിഫൻഡറിന്റെ ലുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഡിഫൻഡർ മിനി ഡിഫൻഡർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ ചെല്ലുമ്പോൾ ഇത് ഏത് വണ്ടിയാണെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇറങ്ങുന്നത് കൊണ്ടായിരിക്കണം ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒട്ടും മോശമല്ല. ഈ പറഞ്ഞ നമ്മൾ ഓടിച്ചപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡൽഹിയിലാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. നമുക്ക് ആദ്യം കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു. വളരെ ഒരു ഡിഫറെൻറ്റ് ലുക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ബാക്ക് സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത്രയധികം ബാക്ക് സീറ്റ് കംഫർട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടോർ. സാറിന്റെ റിവ്യൂ കൂടെ കണ്ടതും കൂടെ അതും കൂടെ നോക്കിയിട്ടൊക്കെയാണ് ഇത് എടുക്കാനും കൂടി സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫ്രോങ്സിൻ്റെ ഓണറിനെയാണ്. പറഞ്ഞു വന്നപ്പോൾ നമുക്ക് സുപരിചിതമായ നമ്മുടെ സ്വന്തം കമ്പനിയായ ഫെയർ ഫ്യൂച്ചറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നമസ്കാരം, പേര്? സിദ്ധാർത്ഥ്. എങ്ങനെയുണ്ട് ഇപ്പം ഈ പറഞ്ഞ കാനഡ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് പഠിക്കാൻ? നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാനഡയ്ക്ക് നമുക്കൊരു കുറവൊന്നും പറയാനില്ല, കുഴപ്പമില്ല. നമ്മുടെ അവിടെ ജെന്യൂൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്. കുറച്ച് സ്ട്രിക്റ്റ് ആയെന്നേ ഉള്ളൂ അല്ലേ കാനഡയിലെ റൂൾസ്? കുറച്ച് ചേഞ്ച് വന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ യോജിച്ചിട്ട് കാര്യമില്ല. ഓപ്പറേഷൻസിൻ്റെ ആ ഡിവിഷനിലാണ് സിദ്ധാർത്ഥ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വണ്ടിയിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ട് ഫ്രോങ്സ്? കാരണം ഈ ഫ്രോങ്സിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറയില്ല, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തെറ്റിയതുമില്ല എന്ന് പറഞ്ഞ പോലെ ഹാഷ് ബാക്കിൽ നിന്ന് പുറപ്പെട്ടു, SUV ആയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രോപ്പർ SUV-യിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ഹാഷ് ബാക്കിലേക്ക് പോകാതെ ഇത് വാങ്ങിച്ചത്? ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ. അപ്പം അതിന് മുമ്പ് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏത് വേണം എന്നുള്ളത്. ആദ്യം നോക്കിയത് കിയ സെൽറ്റോസ് ആയിരുന്നു. പക്ഷേ വണ്ടി കുറച്ച് വലിപ്പമാണ്. ഞാൻ കൊച്ചിയിലാണ്, ഓഫീസ് രഘുപുരത്താണ് വരുന്നത്. അപ്പം അങ്ങനെയെല്ലാം വെച്ച് നോക്കിയപ്പം ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിന്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ബലേനയാണ്. അപ്പോൾ അത് ചെറിയൊരു അപ്ഗ്രേഡേഷൻ അത്രേ ഉള്ളൂ. ബലേനയിൽ ഇതിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു അപ്ഗ്രേഡേഷൻ തോന്നിയത്? എന്ത് കാര്യത്തിലാണ്? ഇല്ല, എനിക്ക് ഇന്റീരിയറിൽ വലിയ മാറ്റവും തോന്നിയിട്ടില്ല. പിന്നെ ഓവറോൾ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി ഉണ്ടല്ലോ. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ മാറ്റം വന്നതായിട്ട് എനിക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആ വണ്ടി 2019 എടുത്തത്. അന്നോട്ട് അതിന്റെ അടിവശം നോക്കി അറിയാൻ കുറച്ച് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഇതിന് അങ്ങനെ ഒരു അടി തട്ടുന്ന പ്രശ്നം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ സെൽറ്റോസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള SUV വേണ്ടാന്ന് വെച്ച് ഇതിലേക്ക് വരുമ്പോൾ ഈ ഹൈറ്റ്, സീറ്റിംഗ് ഹൈറ്റ് ഒക്കെ കുറവാൻ തോന്നിയിട്ടില്ല ഇതിന്? സീറ്റിംഗ് ഹൈറ്റ് കറക്റ്റ് ആണ്. സെൽറ്റോസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ഒരു മന്ത്ലി വൺസ് ഒക്കെയാണ് നാട്ടിൽ പോകുന്നത്. നാട് കൊല്ലമാണ്, കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അപ്പൊ അതിന് ഇത് ഓക്കെയാണ്. അല്ല വേറെ വലിയ ലോങ് റൈഡ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇത് മാനുവലോ ഓട്ടോമാറ്റിക്കോ? ഇത് മാനുവലാണ്. മൈലേജ് എന്ത് ഇടുന്നുണ്ട്? മൈലേജ് ഇപ്പം 15.5 ആണ് കാണിക്കുന്നത്. സിറ്റിയിലല്ല, ഞാൻ കൊച്ചി ടു കൊല്ലം പോകുമ്പോഴാണ് മെയിൻ ആയിട്ട് നോക്കാറുള്ളത്. അപ്പൊ 15.5 ആണ് കാണിക്കാറുള്ളത്. ഇപ്പം 3rd സർവീസ് കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ എന്ത് കിട്ടുന്നുണ്ടാവും? സിറ്റിയിൽ 12 ഒക്കെ ആയിരിക്കും. 12-13 എന്തായാലും കിട്ടും. ഈ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഇപ്പൊ 3ാമത്തെ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര രൂപ? 3ാമത്തെ സർവീസ് കോസ്റ്റിൽ എനിക്ക് ഓയിൽ ചേഞ്ചും ഫിൽറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മാറ്റിയപ്പോൾ ഒരു 2400 സംതിങ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ബലേനയുടെ സർവീസ് കോസ്റ്റ് ഒക്കെ തന്നെ ഏകദേശം അത്രയും തന്നെ വരുന്നുള്ളൂ. ഞാൻ നാട്ടിൽ തന്നെ സർവീസ് ചെയ്യാറ്. ശരി. അപ്പോൾ ഇപ്പം നമ്മളിപ്പം എല്ലാവരും ഇലക്ട്രിക്കലിലേക്കൊക്കെ മാറുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഒരു കൊല്ലം മുമ്പും ഇലക്ട്രിക്കൊക്കെ വളരെ സജീവമാണ്. എന്തുകൊണ്ടാണ് അത് നോക്കിയിരുന്നു? ഓടിച്ച് നോക്കിയിരുന്നു. പക്ഷെ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റം ഭയങ്കര വലുതാണ്. ഇപ്പൊ തന്നെ B6 ആണെങ്കിലും അങ്ങനെയുള്ള വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു മാറ്റം വന്നത് പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു വന്നത്. ഇനി ഒരു വണ്ടി അപ്ഗ്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഇലക്ട്രിക് തന്നെ നോക്കും. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലേ? അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാറ്റം വന്നുകൊണ്ടേ. അന്ന് ചിന്തിച്ചത് ഇത് തന്നെയായിരുന്നു. കാരണം അന്ന് കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളായിരുന്നു, അതിന്റെ റേഞ്ചും കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
അതുപോലെ നമ്മളൊക്കെ പല ഒരു ബ്രാൻഡ് ഉപയോഗിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അടുത്തൊരു ബ്രാൻഡിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് മാരുതി എന്ന് പറയുന്ന അത്ര ഒരു ലോയൽ കസ്റ്റമറാണോ? അതെ, മാരുതിയിൽ ഞാൻ ഭയങ്കര ലോയലാണ്. എനിക്ക് ഭയങ്കര ഞാൻ ഓക്കെയാണ് വണ്ടിയിൽ. കാരണം വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ വണ്ടികളാണെങ്കിലും പിന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നാണെങ്കിലും മാരുതിയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മാരുതിയെ പറ്റി എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി കുറവാണ്. നമ്മൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പം ആ ഒരു സ്റ്റെബിലിറ്റി തോന്നാറില്ല. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അധികം സ്പീഡിൽ പോകാറില്ല. ഒരു 80-100 ഇടയ്ക്കാണ് ഞാൻ ഹൈവേയിൽ പോകാറുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. പിന്നെ ഇതിന് പഴയ ബലേനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് കുറച്ച് ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട്, കൂടുതൽ തോന്നുന്നു. അത് ഞാനത് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? ബലേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എഞ്ചിൻ അതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ എഞ്ചിനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. വലിയ പ്രശ്നങ്ങളില്ല. ഞാൻ ട്രിവാൻഡ്രം പോകാറുണ്ട്. ട്രിവാൻഡ്രം നമുക്ക് ഓഫീസുണ്ട്, അപ്പോൾ തൃശ്ശൂർ ഓഫീസുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പോകുമ്പോഴാണെങ്കിൽ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ഓക്കെയാണ്. പിന്നെ വണ്ടിയുടെ ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലുക്കൊരു ഗംഭീര ലുക്ക് തന്നെ തീർച്ചയായിട്ടും. അതുപോലെ ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്ര ഇഷ്യൂസ് ഒന്നുമില്ല. ഫോണായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് മാരുതിയുടെ ഗുണം എന്ന് പറയുന്നത്. അത്ര ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ മാരുതിയുടെ ഒരു വണ്ടിയിലും നമുക്ക് കാണാൻ പറ്റില്ല. ഈ പലപ്പോഴും നമ്മൾ ഗംഭീര വണ്ടി എന്ന് പറയുന്ന പല വണ്ടികളിൽ ഇപ്പോഴും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കാര്യമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇതിന്റെ മഹീന്ദ്ര പിന്നെ സോഫ്റ്റ്വെയർ കൂടുതലുണ്ടെന്നുള്ള സത്യമാണെങ്കിൽ പോലും മാരുതി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വിറ്റാര ഇതുവരെ മാരുതി വിൽക്കാൻ തുടങ്ങിയിട്ടില്ല. അത് ഫൈനലായിട്ട് നമ്മളെ കാണിക്കാൻ 2 വർഷമായി. ഈ 2 വർഷമായിട്ട് അത് കൊണ്ടുവരാത്ത എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് കാര്യം. അവർ പക്കയാക്കി പഠിച്ച് അതെല്ലാം ഒരു 100% പക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് തരുവുള്ളൂ. അല്ലാതെ നമുക്ക് തന്നതിന് ശേഷം പഠിക്കുന്ന പരിപാടി ഇല്ല. അതാണ് മാരുതിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് കാലത്ത് വിറ്റാലും ഇതിന് റീസെയിൽ വാല്യൂ. എൻ്റെ ബലേനോ ഞാൻ 7-8 വർഷം ഉപയോഗിച്ച് വിറ്റപ്പോൾ ആകെ 2 ലക്ഷം രൂപ കുറഞ്ഞുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്തോട്ട് വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ബലേനോയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പം 89,000 കിലോമീറ്ററായി. ഇതുവരെ ടയർ മാറിയിട്ടില്ല, ഇതുവരെ ക്ലച്ച് ഡിസ്ക് മാറിയിട്ടില്ല. അത് കമ്പനിയുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. ടയർ ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും കിടക്കാണ് ടയർ. നമ്മൾ കടയിൽ ചോദിച്ചു ഇത് മാറ്റണ്ടേ, വേണ്ട ഇനിയും കിടക്കും, എന്തിനാ ഇത് മാറ്റുന്നതെന്ന് അവർ ചോദിക്കുന്നത്. ക്ലച്ച് ഡിസ്കിന്റെ കാര്യമുണ്ട്. 80 കിലോമീറ്റർ ആയിട്ട് ഇതുവരെ കമ്പനി ക്ലച്ചിൽ ഓടുക എന്ന് പറഞ്ഞാൽ കുറച്ച് അതൊക്കെയാണ് മാരുതി. വഴി കിടത്തില്ല 100%, അതിൽ യാതൊരു സംശയവും എന്നുള്ളതാണ് മാരുതിയുടെ ഗുണം. അപ്പോൾ എന്തായാലും നല്ല സെലക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, ഫെയർ ഫ്യൂച്ചർ വെച്ച് കാണാം. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചെറിയ തുക അടച്ചെങ്കിലുമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയങ്ങൾ കമ്പയർ ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോകുക, അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.